എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വൺ പീസിൻ്റെ ചാപ്റ്റർ 1165 ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ചാപ്റ്ററിലാണെങ്കിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഇതൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ മുഴുവനായിട്ട് വീഡിയോ കാണുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ട്, നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ 6K ആവാനായിട്ടുണ്ട്. നിങ്ങൾ വിചാരിച്ചാൽ നമുക്ക് ഇന്നോ നാളെയോ 6K അടിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാനും മറക്കരുത്. അതുപോലെ വീഡിയോ ഹൈപ്പ് ചെയ്യുക. അപ്പോൾ ഞാനധികം പറഞ്ഞു വേർപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് ചാപ്റ്ററിൻ്റെ റിവ്യൂയിലേക്ക് അങ്ങ് പോയേക്കാം. കഴിഞ്ഞ ചാപ്റ്റർ എവിടെ നിന്നാണോ അവസാനിച്ചത് അവിടെ നിന്നാണ് നമ്മുടെ ചാപ്റ്റർ തുടങ്ങുന്നത്. അതിൽ നമ്മുടെ റോക്സ് കരഞ്ഞുകൊണ്ട് നമ്മുടെ റോജറിനോടും ഗാർപ്പിനോടും എന്നെ ഒന്ന് കൊല്ലാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗാർപ്പാണെങ്കിൽ നമ്മുടെ റോജറിനോട് ചോദിക്കുന്നത്, നീ അത് കേൾക്കുന്നുണ്ടോ? അപ്പം തന്നെ പറയുന്നുണ്ട്, ആ കേൾക്കുന്നുണ്ടെന്ന്. പിന്നെ പറയുന്നത് അവർ റോക്സിൻ്റെ സൈസ്, അതുപോലെ തന്നെ റോക്സ് ആക്ട് ചെയ്യുന്ന രീതി, ഇതൊന്നും നമ്മുടെ റോക്സിനെ പോലെ അല്ല എന്ന് നമ്മുടെ റോജറും ഗാർപ്പും പറയുന്നുണ്ട്. ആ ടൈപ്പിൽ തന്നെ നമ്മുടെ റോക്സ് നമ്മുടെ റോജറിന് നേരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. റോജർ തൻ്റെ സോഡ് വെച്ച് അത് ബ്ലോക്ക് ചെയ്യും. ആ ടൈം നോക്കി നമ്മുടെ ഗാർപ്പായിക്കോട്ടെ നമ്മുടെ റോക്സിൻ്റെ മുഖത്ത് നോക്കി ഒരു വലിയ പഞ്ച് തന്നെ കൊടുക്കുന്നുണ്ട്. പക്ഷേങ്കിൽ നമ്മുടെ റോക്സിനെ നമുക്കറിയാലോ, അത് നമ്മുടെ റോക്സിന് വലിയ രീതിക്കൊന്നും ഏശുന്നില്ല. അപ്പോൾ അവിടെ വലിയൊരു ഹാക്കി ബ്ലാസ്റ്റ് തന്നെ ഉണ്ടാവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് സ്കൈ സ്പ്ലിറ്റ് ആവും. നമ്മുടെ റോജറും ഗാർപ്പും പോയി നമ്മുടെ ഗോഡ് വാലിൻ്റെ ഒരു ഭാഗത്ത് പോയി വീഴും. നമുക്കിവിടെ കാണാം ഒരു കോങ്കറർ ഹാക്കിൻ്റെ എഫക്റ്റ് കാരണം ആകാശം സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. അത് കണ്ടിട്ട് പലരും അതിശയത്തോടെ ആകാശത്ത് നോക്കിയിട്ട് പറയുന്നത്, സ്കൈ സ്പ്ലിറ്റായി, ഇനി നമ്മളിവിടെ നിന്ന് മരിച്ചു പോകും, ഇവിടെ നിന്ന് പെട്ടെന്ന് പോകണം, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അവിടെ നമുക്ക് സിൽവർ ആക്സ് പറയുന്നതാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകണം. അപ്പോൾ ആരോ ചോദിക്കും നമ്മുടെ റോക്സിൻ്റെ ഷിപ്പ് എവിടെ പോയെന്ന്. അപ്പോൾ നമ്മുടെ ഷിക്കി ഇവിടെ നിന്ന് പറയുന്നത് കാണാം, ഇനി റോക്സ് പാരറ്റ് ഒരു ഹിസ്റ്ററി മാത്രമാണെന്ന്. ഒരുപാട് പൈരറ്റ്സ് തീരത്തിലേക്ക് ഓടുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയും. പിന്നെ ഒരു നേവി ഷിപ്പ് നമ്മുടെ ഗോഡ് വാലിയിൽ നിന്ന് ദൂരത്തിലേക്ക് പോകുന്നതും കാണാൻ കഴിയും. പിന്നെ നമ്മുടെ റോജറും ഗാർപ്പും പറയുന്നത്, ഞങ്ങൾ എന്തായാലും തിരിച്ചു വരുന്നു, അവരവരുടെ ട്രാൻസ്പോണ്ടേഴ്സിനെ അതിൻ്റെ. പിന്നെ ഒരു പാനൽ വരുന്നത് നമ്മുടെ റോക്സിൻ്റെ മുന്നിൽ നമ്മുടെ റോജറും ഗാർപ്പും നിന്ന് നമ്മുടെ ഗാർപ്പ് റോജറിനോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ രണ്ടാരും ക്യാപ്ചർ ചെയ്യാനായിരുന്നു ഇവിടെ വന്നിരുന്നത്, പക്ഷേ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നാണെന്ന് പറയുന്നത് കാണാം. അപ്പം നമ്മുടെ റോക്സ് പറയും, എനിക്ക് വേണ്ടത് ഇവിടെ ഷാക്കിനൊന്ന് രക്ഷപ്പെടുത്തി ഇവിടെയുള്ള ട്രഷറുമായിരുന്നു എനിക്ക് വേണ്ടതെന്ന് നമ്മുടെ റോക്സും പറയുന്നത് ഇവിടെ കാണാം. അതിനുശേഷം അവരവരുടെ ജാക്കറ്റ് ഊരി മാറ്റുന്നതും നമുക്കിവിടെ കാണാം. എന്നിട്ട് നമ്മുടെ റോക്സിനെ നേരിടാൻ ഇവിടെ തയ്യാറായി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ നമ്മുടെ റോജർ ഇവിടെ നമ്മുടെ ഗാർപ്പിനോട് പറയുന്നത്, നമുക്കൊരു ടെമ്പററി അലയൻസ് ഉണ്ടാക്കുക. അതിനോട് നമ്മുടെ ഗാർപ്പ് യോജിക്കുന്നുണ്ട്. കാരണം നമ്മുടെ റോക്സിനെ അവർക്ക് ഇങ്ങനെ വിടാൻ പറ്റില്ലെന്നാണ് നമ്മുടെ ഗാർപ്പ് പറയുന്നത് ഇവിടെ. അതിനുശേഷം രണ്ടുപേരും ചേർന്നുകൊണ്ട് നമ്മുടെ റോക്സിനെതിരെ ഒരുപാട് അറ്റാക്സുകൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ റോജർ നമ്മുടെ റോക്സിനെ സോഡ് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുമ്പോൾ ഗാർപ്പ് ഇവിടെ റോക്സിൻ്റെ കാല് പിടിച്ച് പൊന്തിച്ച് മുഖം നിലത്തടിപ്പിക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും. പിന്നെ നമ്മുടെ ഗാർപ്പ് ഇവിടെ നമ്മുടെ റോജറിനോട് പറയുന്നത് കാണാം, നമ്മുടെ റോക്സിൻ്റെ ഈ ഒരു അവസ്ഥ നമുക്ക് എങ്ങനെയെങ്കിലും മാറ്റാൻ പറ്റുമോ എന്ന്. അതിനുശേഷം നമ്മുടെ റോക്സിന് നേരെ നമ്മുടെ റോജർ തൻ്റെ സോഡ് ഉപയോഗിച്ച് വെയ്ക്കപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് റോക്സിനെ ഒരു അറ്റാക്ക് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റോജറിനും ഗാർപ്പിനും നമ്മുടെ റോക്സിനെ ഇവിടെ കൊല്ലാൻ ഒരു താല്പര്യവും ഇല്ല. അവർ രണ്ടുപേരുടെ മുഖത്ത് നല്ല രീതിക്കുള്ള സങ്കടമുണ്ട്, അതും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ കൊണ്ട് പറ്റുന്നത് പോലെ ട്രൈയും ചെയ്തിട്ടുണ്ട് നമ്മുടെ റോക്സിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ നമുക്ക് നമ്മുടെ റോജർ പൈലറ്റ്സിനെ കാണാൻ പറ്റും. റോജർ പൈലറ്റ്സിലെ ഓരോ മെമ്പേഴ്സും റോജറിനോട് പെട്ടെന്ന് വരാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്ലോറിയോസും നമ്മുടെ ഗബാനോട് ചോദിക്കുന്നത് കാണാം, ഞാനും കൂടെ നിങ്ങളുടെ കൂടെ വന്നോട്ടെ നിങ്ങളുടെ ഷിപ്പിലെന്ന്. അതേസമയം നമ്മുടെ റെയിലിയുടെ കയ്യിൽ നമ്മുടെ ഷാക്കിനെയും കാണാൻ കഴിയും. പിന്നെ ഒരു പാനലിലായിട്ട് നമ്മുടെ ബിഗ് മാമിനെയും ഗൈഡനെയും കാണിക്കുന്നുണ്ട്. ഗൈഡോനോട് നമ്മുടെ ബിഗ് മാമ് പറയുന്നത് കാണാം, നീ എനിക്ക് ജീവിതകാലം മുഴുവൻ കടപ്പെട്ടിരിക്കണമെന്ന്. അപ്പോൾ നമ്മുടെ കൈഡോ തിരിച്ച് പറയും, ആ ടൈം വരുമ്പോഴേക്കും ഞാൻ നിന്നെ ക്രഷ് ചെയ്തിട്ടുണ്ടാവുമെന്ന്. അതുപോലെ തന്നെ നമ്മുടെ കൈഡോ പറയുന്നുണ്ട്, ഞാൻ എൻ്റേതായിട്ടൊരു ക്രൂ ബിൽഡ് ചെയ്യാൻ പോവുകയാണ്, ഫുള്ള് വയലൻസ് ആയിട്ടുള്ളതെന്നും നമ്മുടെ ബിഗ് മാമിനോട് പറയുന്നതായിട്ട് ഇവിടെ കാണാൻ കഴിയും. പിന്നെ നമ്മുടെ റോജറിൻ്റെയും ഗാർപ്പിൻ്റെയും ഫൈറ്റിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ആ ഫൈറ്റിലെ സീനിൽ നമ്മുടെ റോജറും ഗാർപ്പും രണ്ട് സൈഡിൽ പോയി വീഴുന്നതായിട്ട് കാണാം. അവരുടെ നേരെ നമ്മുടെ റോക്സ് ചാർജ് ചെയ്ത് വരുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഐലൻഡിൻ്റെ മറ്റൊരു ഭാഗത്തായിട്ട് നമ്മുടെ വൈറ്റ് ബീഡിനെ കാണിക്കുന്നുണ്ട്. വൈറ്റ് ബീഡ് ഒരാളെ കാണുന്നുണ്ട്. അയാളിവിടെ നമ്മുടെ വൈറ്റ് ബീഡിനോട് പറയുന്നതായിട്ട് കാണാം, ഇനി റോക്സ് പൈരറ്റ്സിൻ്റെ കാര്യം നോക്കണ്ട, അതെന്തായാലും അവസാനിച്ചെന്ന്. അതുപോലെ തന്നെ നമ്മുടെ ന്യൂ ഗേറ്റിനോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ വലിയൊരു ഫാനാണെന്ന്. ആ ക്യാരക്ടർ മറ്റാരുമല്ല നമ്മുടെ മാർക്കോയുടെ ഫാദറാണ്. അദ്ദേഹത്തിൻ്റെ പേര് പോളോ എന്നാണ്. അദ്ദേഹം വൈറ്റ് ബീഡിനോട് പറയുന്നുണ്ട്, നമുക്ക് ഇവിടെ നിന്ന് ഒരുമിച്ച് രക്ഷപ്പെടാം എൻ്റെ ഷിപ്പിൽ, ഇപ്പോൾ തൽക്കാലത്തേക്ക് ചെറിയൊരു അലയൻസും ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേങ്കിൽ നമ്മുടെ വൈറ്റ് ബീഡ് അത് കേൾക്കാതെ പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അവർ രണ്ടുപേരും എന്തായാലും ഒരുമിച്ച് തന്നെയായിരിക്കും പോയിട്ടുണ്ടാവുക എന്ന്. പിന്നെ ഇവിടെ നമ്മുടെ ഡ്രാഗനെ കാണിക്കുന്നുണ്ട്. ഡ്രാഗൻ ഒരു നേവി ഷിപ്പ് ഹൈജാക്ക് ചെയ്തതിന് ശേഷം അവരുടെ ക്യാപ്റ്റനെ നേരെ ഗണ്ണ് ചൂണ്ടിയിട്ട് പറയാണ്, ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുള്ള സ്ലേവ്സിനെയും കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പോകണമെന്ന്. പിന്നെയും സീൻ ഷിഫ്റ്റ് ആവുകയാണ് ചെയ്തത്. നമ്മുടെ റെയിലിയും ഗബാനും വീണ്ടും നമ്മുടെ റോജറിൻ്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നത് കാണാം. അവർ തങ്ങളുടെ ക്രൂമേറ്റ്സിനോട് പറയുന്നതും കാണാം, നിങ്ങൾ പൊയ്ക്കോ എന്നിട്ട് വെയിറ്റ് ചെയ്യുമെന്ന്, ഞങ്ങളങ്ങ് വന്നോളാം എന്ന് പറയുന്നത് കാണാം.
പിന്നെ ഗോഡ് വാലിയിൽ നിന്ന് ദൂരത്തിലേക്ക് പോകുന്ന ഒരു നേവി ഷിപ്പ് കാണിക്കുന്നുണ്ട്. അതിൽ നമ്മുടെ സാറ്റേൺ ഉണ്ട്. സാറ്റേൺ തൻ്റെ നോർമൽ ഫോമിലാണ് ഉള്ളത്. പക്ഷേ ഇമൂസമ്മയുടെ കൺട്രോളിലാണ് ഇപ്പോഴും ഉള്ളതെന്ന് നമുക്കിവിടെ കാണാം. കാരണം നമ്മുടെ സാറ്റേണിൻ്റെ കണ്ണ് നമ്മുടെ ഇമൂസമ്മയുടെ കണ്ണ് പോലെ തന്നെയാണ് ഇപ്പോഴും ഇവിടെ കാണിച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ സാറ്റേൺ നേവിക്ക് ഒരുപാട് ഓർഡേഴ്സ് കൊടുക്കുന്നുണ്ട്. ഈ ഐലൻഡ് പൂർണ്ണമായിട്ട് നശിപ്പിക്കണം, അവിടെയുള്ള എല്ലാവരെയും കൊല്ലണം. ഇങ്ങനെ ഒരു ഐലൻഡ് ഉണ്ടായിരുന്നത് നമ്മുടെ ഹിസ്റ്ററിയിൽ ഉണ്ടാവാൻ പോലും പാടില്ല എന്നുള്ള രീതിയിൽ ഒരുപാട് ഓർഡേഴ്സ് നമ്മുടെ നേവി സോൾജേഴ്സിന് കൊടുക്കുന്നത് ഇവിടെ കാണാൻ കഴിയും. പിന്നെയുള്ള ഒരു സീനിൽ നമ്മുടെ ഗോഡ് വാലിൻ്റെ ബാക്കിയുള്ള ആ വലിയൊരു മൗണ്ടൈൻ്റെ ഭാഗം കൂടെ പൊട്ടി വീഴുന്നത് കാണാം. അവിടെ നിന്ന് നമ്മുടെ ഗാർപ്പ് റോജർ ആ മോൺസ്റ്ററിനെ കുറിച്ച് പറയുന്നുണ്ട്. മോൺസ്റ്ററിൻ്റെ പിന്നിൽ വേൾഡ് ഗവൺമെൻറ് ആണെന്നോ എന്ന് റോജർ പറയുമ്പോൾ നമ്മുടെ ഗാർപ്പ് പറയുന്നുണ്ട് അതിനോട് ഞാൻ യോജിക്കുന്നുണ്ടെന്നു. അപ്പോൾ നമ്മുടെ ഗാർപ്പിനോട് നമ്മുടെ റോജർ പറയുന്നത് ഇവിടെ കാണാം, നേവിയിൽ നിന്ന് ക്വിറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാമെന്ന്. പക്ഷേ നമ്മുടെ ഗാർപ്പ് പറയും ഞാൻ നേവി ക്വിറ്റ് ചെയ്താൽ ആരാണ് മെറീൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന്. അപ്പോൾ ഇതിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, നമ്മുടെ ഗാർപ്പ് നേവി തന്നെ തുടരാനുള്ള മെയിൻ റീസൺ നമ്മുടെ മെറീൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന്. പിന്നെ നമ്മുടെ റോജർ ഗാർപ്പിനോട് പറയുന്നത് കാണാം, നമ്മുടെ ആർമമെൻറ്റ് ഹാക്കി സാധാരണ ഡെവിൽ ഫ്രൂട്ട് ഇതിൻ്റെ പവർ ഇല്ലാതാക്കും. പിന്നെന്താ നമ്മൾ കോങ്കറർ ഹാക്കി യൂസ് ചെയ്യുന്നുണ്ട്, എന്നിട്ടെന്താ ഒരു എഫക്റ്റും ഇവിടെ ഉണ്ടാവാത്തതെന്ന്. അപ്പോൾ നമ്മുടെ ഗാർപ്പ് റിപ്ലൈ കൊടുക്കുന്നത് കാണാം, നമ്മുടെ റോക്സും കോങ്കറർ ഹാക്കി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ രണ്ടുപേരുടെയും കോങ്കറർ ഹാക്കീസ് തമ്മിലുള്ള ക്ലാഷ് കാരണം രണ്ടുപേരുടെ അറ്റാക്ക് ക്യാൻസൽ ഔട്ട് ആകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു തരത്തിലുള്ള ഡാമേജും നമ്മുടെ റോക്സിന് കൊടുക്കാൻ നമുക്ക് പറ്റാത്തതെന്ന്. അതിനുശേഷം നമ്മുടെ ഗാർപ്പ് റോജർ ഒരു തീരുമാനം എടുക്കുകയാണ്, നമുക്ക് രണ്ടുപേർക്കും കൂടി നമ്മുടെ ഫുൾ പവർ യൂസ് ചെയ്ത് ഒരു അറ്റാക്ക് ചെയ്യാമെന്ന്. അപ്പം നമ്മുടെ റോജർ പറയുന്നുണ്ട് അതിനുശേഷം നമുക്ക് മൂവ് ചെയ്യാൻ പോലും പറ്റില്ല. ഈ ഒരു അറ്റാക്ക് കൂടെ നമ്മൾ ഈ ഫൈറ്റ് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെ അവസാനം ഇവിടെ തന്നെയായിരിക്കും നമ്മുടെ റോജറും പറയും. അതിനുശേഷം അവർ രണ്ടുപേരും അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവാണ്. അവർ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗാർപ്പിൻ്റെ അറ്റാക്ക് നമ്മുടെ ലൂഫിയുടെ എലിഫൻറ്റ് ഗാറ്റ്ലിംഗ് പോലെയും നമ്മുടെ റോജർ തൻ്റെ സോഡ് മുഴുവൻ ഹാക്കി കൊണ്ട് കോട്ട് ചെയ്തിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത്. നമ്മുടെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റോജർ കരഞ്ഞതും നമുക്കിവിടെ കാണാൻ കഴിയും, തൻ്റെ മുഖം പൊത്തിപ്പിടിച്ചുകൊണ്ട്. എന്നിട്ട് അവർ രണ്ടുപേരും നമ്മുടെ റോക്സിനെ ഇവിടെ അറ്റാക്ക് ചെയ്യും. അതോടെ കൂടെ നമ്മുടെ റോക്സിൻ്റെ കഥ അവിടെ അവസാനിക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് കാണാം നമ്മുടെ റോക്സിൻ്റെ ദേഹത്തു നിന്ന് ആ ഡാർക്ക് എനർജി കുറഞ്ഞ് പോകുന്നത്. ഈ ഒരു സീനോടെയാണ് ഈ ഫൈറ്റ് ഇവിടെ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത ചാപ്റ്ററിൽ എന്തായാലും ഗോഡ് വാലിനെ കുറിച്ച് തന്നെയായിരിക്കും. ഗോഡ് വാലിയിൽ നമ്മുടെ ഈ ഫൈറ്റിന് ശേഷം എന്തൊക്കെയായിരിക്കും നടന്നിട്ടുണ്ടാവുക, എങ്ങനെയായിരിക്കും ഐലൻഡ് മുഴുവനായിട്ട് ഡിസപ്പിയർ ആയിട്ടുണ്ടാവുക, ഒരു പക്ഷേ നമ്മുടെ റോക്സിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റിൽ റോക്സ് എന്തെങ്കിലും വലിയ റിവലേഷൻസ് ചെയ്യുന്നതും നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ചാപ്റ്റർ 1165 നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ എക്സ്പ്ലനേഷൻസിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതിൽ എല്ലാവരും ജോയിൻ ചെയ്ത് നമ്മുടെ ആനിമെ ഗ്രൂപ്പിൻ്റെ ഒരു ഭാഗമായി മാറുക. അതുപോലെ തന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയുന്നത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ 6K എന്ന് പറയുന്ന മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.